VV അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, പിന്നിട്ടത് 265 ദിവസമാണ്. വെറുതെ അങ്ങ് കടന്നുപോയതല്ല. കാലാവസ്ഥ മാറി, മഴയും കാറ്റും വെയിലും കൊണ്ടു. ഒരു ടാർപോളിൻ പോലും വലിച്ചു കെട്ടാൻ അനുവദിക്കാത്ത ഭരണകൂട തിട്ടൂരം നമ്മൾ കണ്ടു. പോലീസ് അതിന് കുടപിടിക്കുന്നത് കണ്ടു. ഇപ്പോഴിതാ സമരവിജയം ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞ് സംസാരിച്ച ഓരോ ആശമാരുടെ മുഖത്ത് ചിരിയുണ്ട്, പുഞ്ചിരിയുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊന്നുമില്ലാത്തൊരു സന്തോഷം നമ്മൾ കണ്ടു. എന്തായാലും സമരം അത് അവസാനിപ്പിക്കുന്നു, അല്ലേ? സമാനതകളില്ലാത്ത സമരം തന്നെയാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ ആശമാർ നടത്തിയത്. ആദ്യഘട്ടം മുതൽ അതിനെ വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. വലിയ പ്രതിസന്ധികൾ സമര രംഗത്തുണ്ടായി. പക്ഷേ അത് വിജയം കണ്ട് അവസാനിപ്പിക്കുന്നു. അവർ 21,000 രൂപ കിട്ടും വരെ സമരമെന്നൊരു ഒരു അവകാശവാദമാണ് ആദ്യം ഉന്നയിച്ചെങ്കിൽ പോലും അവിടേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും 1000 രൂപയെങ്കിലും കൂട്ടി നൽകാൻ സർക്കാർ നിർബന്ധിതമായെന്നത് വസ്തുതയാണ്. 265 ദിവസമാകുമ്പോൾ അവർ സമരം സെക്രട്ടേറിയറ്റ് മുന്നിൽ രാമകൽ സമരം അവസാനിപ്പിക്കുന്നുവെന്ന പ്രഖ്യാപനം നടത്തുന്നു. ഇനി സമരം ജില്ലാ കേന്ദ്രങ്ങളിലേക്കോ സെൻട്രൽ തലത്തിലോ എങ്ങനെയാണോ ഓരോ സ്ഥലത്തും ഉള്ള തീരുമാനം, അതിനനുസരിച്ച് സമരം മാറുമെന്നാണ് ഇപ്പോൾ അവരുടെ പ്രഖ്യാപനം. CITU ആണ് ആദ്യഘട്ടം മുതൽ ഇതിനെതിരെ രംഗത്ത് വന്നത്. CITUവിന്റെ പ്രധാന നേതാക്കൾ ഉൾപ്പെടെ സമരക്കാർക്ക് രംഗത്ത് വന്നു. മുഖ്യമന്ത്രിയെ കാണാൻ അവർ ശ്രമിച്ചു, നടന്നില്ല. ആരോഗ്യമന്ത്രിയെ കാണാൻ പലതവണ ശ്രമിച്ചപ്പോൾ അവർക്ക് ഒരു പരിഹാരമുണ്ടായില്ല. ഏതായാലും ഇപ്പോൾ ഈ സമരം അവസാനിക്കുമ്പോൾ ഈ ആശമാർ അവരുടെ വിജയമായി തന്നെ അത് കാണുകയാണ്. മുഴുവൻ സമരത്തിന്റെ മുഴുവൻ ആവശ്യങ്ങളും നേടിയെടുക്കാൻ കഴിഞ്ഞോ എന്ന ചോദ്യത്തിലില്ല എന്നാണ് ഉത്തരവെങ്കിൽ പോലും ഒരു പരിധിവരെ അവർക്ക് ഈ സമരം വിജയമായെന്ന് തന്നെ പറയാം. സമരസമിതി നേതാവ് മിനി അടക്കമുള്ളവർ ഇവിടെയുണ്ട്. സ്വാഭാവികമായും നിങ്ങൾ വരുമ്പോൾ പറഞ്ഞത് ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ സമരരംഗത്തുണ്ടാകും. പൂർണ്ണമായും അത് പാലിക്കപ്പെട്ടെങ്കിൽ പോലും ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം 1000 രൂപയെങ്കിലും കൂട്ടാൻ സർക്കാർ നിർബന്ധമാകുമായിരുന്നു, അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങളിവിടെ വരുമ്പോൾ പ്രഖ്യാപിച്ചിരുന്നത് ഡിമാൻഡുകൾ നേടിയെടുത്ത് പിരിഞ്ഞു പോകുള്ളതാണ്. ഇപ്പോൾ 265 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു തരത്തിലുള്ള വർധനവും നടത്തില്ലെന്നും നിങ്ങൾ കേന്ദ്രത്തോടാണ് സമരം ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിച്ചവർക്കും പരിഹസിച്ചവർക്കുള്ള ഒരു മറുപടിയാണ് കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും ആ പ്രഖ്യാപനവും. ഇത് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ട സംസ്ഥാന സർക്കാർ തന്നെയാണെന്നും എന്നാൽ ഒരു കേവലം 1000 രൂപ നൽകുന്നുവെന്ന് പറഞ്ഞു. പക്ഷെ 266 ദിവസത്തിലേക്ക് പോകുന്ന ഈ സമരം, ഈ സ്ത്രീകൾ ഇനിയും നമുക്ക് ഇവിടെ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. മാത്രവുമല്ല, ഞങ്ങൾ ഇവിടെ നിന്ന് സമരം ചെയ്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് ഒരു വർധനവ് വരുത്തിയിട്ടുണ്ട്. അത് 1500 രൂപ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചു. അത് 50,000 രൂപ വിരമിക്കൽ ആനുകൂല്യം കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു. ഇത് ഈ സമരത്തിന്റെ വിജയമാണ്. ഞങ്ങളോട് കേന്ദ്രത്തിലോട് പോകണമെന്ന് പറഞ്ഞ ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഈ തലസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് കേന്ദ്രത്തെ കൊണ്ട് വർദ്ധിപ്പിച്ചു. അപ്പോൾ ഇത്തരത്തിൽ നിരവധി നേട്ടങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. 62 വയസ്സിൽ പിരിച്ചുവിടാനുള്ള ഉത്തരവ് പിൻവലിച്ചു. 7000 രൂപയുടെ ഓണറേറിയത്തിന് മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു, അത് പിൻവലിപ്പിച്ചു. 1000 രൂപ ഏപ്രിൽ മാസം മുതൽ അഡീഷണലായി ഞങ്ങൾക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. ഇങ്ങനെ തുടങ്ങി നിരവധി നേട്ടങ്ങൾ. ഒപ്പം തന്നെ ആശാവർക്കർമാരുടെ ജോലിയെ സംബന്ധിച്ച് ഒരു വ്യക്തതയില്ലായിരുന്ന ഒരു സാഹചര്യത്തിൽ പുതിയ സർക്കുലർ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് പുതിയ സർക്കുലർ ഇറക്കിക്കുവാനും പ്രതിമാസ വേതനം എന്നതിലേക്ക് കൊണ്ടെത്തിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ 18 വർഷമായി ഇല്ലാതിരുന്ന കാര്യങ്ങളാണ്. അത് ഫെബ്രുവരി 10-ാം തീയതി ഇവിടെ സമരമുഖത്ത് വന്നതിന് ശേഷം ഞങ്ങൾ നേടിയെടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്ന അവശേഷിച്ച ഡിമാൻഡുകൾ ഓണറേറിയം വർധനവായിരുന്നു. ആ ഓണറേറിയം വർധനവ് ഈ ഗവൺമെന്റിനെ കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഞങ്ങളെ പരിഹസിച്ച ആളുകളെ കൊണ്ട് തന്നെ മുഖ്യമന്ത്രി തന്നെ അത് പ്രഖ്യാപിക്കേണ്ടത്. ഇതുകൊണ്ട് പ്രകടന പത്രികയിൽ തന്നെ ആശമാർക്കൊക്കെ വേതന വർധന ഉണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഇപ്പോൾ ഇത് പറയുന്നത്. ആ പ്രകടന പത്രിക വാഗ്ദാനത്തിന്റെ തുടർച്ചയാണ്. ഒരിക്കലുമല്ല. പ്രകടന പത്രിക പറഞ്ഞിരിക്കുന്നത് 21,000 രൂപയാക്കുമെന്നാണ്. അവർ പ്രകടന പത്രികയിൽ നിന്ന് പിന്നോക്കം പോയിരിക്കുകയാണ്, വളരെ പിന്നോക്കം പോയിരിക്കുകയാണ്. 2021 പ്രകടന പത്രികയിൽ അച്ചടിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 21,000 രൂപ നൽകുമെന്നാണ്. അപ്പോൾ 4 വർഷം കഴിഞ്ഞിട്ട് തന്നിട്ടില്ല. അതുകൊണ്ട് ഗവൺമെന്റ് മറുപടി പറയണം. ഈ ഗവൺമെന്റ് ജനങ്ങളോട് മറുപടി പറയണം, ആശമാരോട് മാപ്പ് പറയണം. 21,000 രൂപ തരുമെന്ന് പറഞ്ഞ് നിങ്ങളടുത്ത് ഞങ്ങൾ വോട്ട് വാങ്ങിച്ച് അധികാരത്തിൽ വന്നിട്ട് ഞങ്ങൾക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അവർ തുറന്നു പറയണം. അതാണ് പറയുന്നത്. ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്. പുറത്തുനിന്ന് ഫണ്ടിംഗ് ഉണ്ട്, പ്രതിപക്ഷം അടക്കം ഫണ്ടിംഗ് നടത്തുന്ന ആരോപണമൊക്കെ ഈ ഇടത് കേന്ദ്രങ്ങളിൽ, സൈബർ ഇടങ്ങളിലാകട്ടെ നേതാക്കളാകട്ടെ അത്തരം പ്രചരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതിനുള്ള മറുപടി എന്താണ്? ആ പ്രചരണങ്ങൾ ഞങ്ങൾ തള്ളിക്കളയാണ്. കാരണം മാധ്യമങ്ങളുടെ പൊതുസമൂഹത്തിന്റെ മുന്നിലാണ് ഈ സമരം നടക്കുന്നത്. രാത്രിയും പകൽ ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് ആരാണ് ഫണ്ട് കൊണ്ടുതരുന്നത്? ഇതുവഴി പോകുന്ന സാധാരണ മനുഷ്യരാണ് കൊണ്ടുതരുന്നത്. ആ ഫണ്ട് വാങ്ങിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സമരം ചെയ്തത്. ഞങ്ങൾ കാസർഗോഡ് നിന്ന് സമരയാത്ര ആരംഭിച്ചു. അത് പണസമാഹരണത്തിനുള്ള യാത്രയല്ല, അത് പണം ചെലവഴിച്ചുകൊണ്ടുള്ള യാത്രയാണ് നടത്തിയത്. ഈ പണം മുഴുവൻ ഞങ്ങൾ ഈ സമരം നടത്തുവാനുള്ള മുഴുവൻ തുകയും
ആശമാരും പൊതുസമൂഹം നല്ല മനുഷ്യരും ഞങ്ങളെ സഹായിച്ചതാണ്. അതിന്റെ കണക്കുകളൊക്കെ ഉണ്ട്, അവർക്ക് പരിശോധിക്കാം. വളരെ സുതാര്യമായ രീതിയിലാണ് പോകുന്നത്. തീർച്ചയായിട്ടും വന്ന് പരിശോധിക്കാം. അതിനൊക്കെ ഞങ്ങൾ തള്ളിക്കളയണം. അത് അവരുടെ അഭിപ്രായം പറയുന്നത്, അവരുടെ ശീലങ്ങൾ പറയുന്നതാണ്. എന്നാലും ഞങ്ങളെ സംബന്ധിച്ച് അതല്ല. 233 രൂപ വേതനം പറ്റുന്ന ആശമാർക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കാൻ ആരായിരിക്കുന്നത്? അതുകൂടെ അവർ പറയട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ഗവൺമെന്റിന്റെ പ്രതിസന്ധി ഉണ്ടല്ലോ, ചോദിക്കട്ടെ. അല്ല, സ്വാഭാവികമായും സർക്കാരിനെതിരെ ഈ സ്ത്രീകൾ, കാരണം അത്രയധികം ജനങ്ങളുടെ വികാരം നിങ്ങൾക്ക് അനുകൂലമായിരുന്നു, അങ്ങനെ ഒരു ജനവികാരം സർക്കാരിനെതിരും സ്വാഭാവികമായിട്ടും അതിനു വേണ്ടിയിട്ടൊരു മോട്ടിവേറ്റഡ് സമരം പ്രതിപക്ഷത്തിന്റെ കൂടി പിന്നെ അവർക്കാണല്ലോ ഇത് ആവശ്യം, സ്വാഭാവികമായിട്ട്, അല്ലെങ്കിൽ BJP ആകാം. അത്തരമൊരു രാഷ്ട്രീയ പ്രേരിതമായ സമരം എന്ന ആരോപണമാണ് ആദ്യം മുതൽ ഉന്നയിക്കപ്പെടുന്നത്. അതൊക്കെ ജനം എന്നെ തള്ളിക്കളഞ്ഞു. നിങ്ങളെ ടൂളാക്കുകയായിരുന്നു, അതാണൊരു ഞങ്ങളെ ടൂളാക്കാൻ പറ്റില്ല. 233 രൂപ വാങ്ങുന്ന ആശാവർക്കർമാരെ ആർക്കാണ് ടൂളാക്കാൻ പറ്റുന്നത്? അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ 18 വർഷം കൊണ്ട് ഇവരുടെ നില എത്രയോ മെച്ചപ്പെടുമായിരുന്നു. അപ്പോൾ ആരാലും പരിഗണിക്കപ്പെടാതെ ഉപേക്ഷിക്കപ്പെട്ട് കിടന്ന ആളുകളാണ്. കാരണം ഈ പാർട്ടികൾക്കൊന്നും ഇവരെ കൊണ്ട് സാമ്പത്തികമായി നേട്ടമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരവരെ ഉപേക്ഷിച്ചത്. അല്ലെങ്കിൽ ഇത്രയും ഗതികെട്ട അവസ്ഥയിൽ അവർ ജീവിക്കേണ്ടി വരില്ല. ഞങ്ങൾ സമരം തുടങ്ങുമ്പോൾ 4 മാസത്തെ കുടിശ്ശികയാണ്, അതിവർ ഓർക്കണം. അപ്പൊ കുടിശ്ശികയായിരിക്കുന്ന ആളുകളിൽ നിന്നൊന്നും കിട്ടാനില്ല. എന്താണ് അതിന്റെ സ്റ്റാറ്റസ്? എന്താണ് ഇപ്പൊ പ്രതിമാസ വേതനം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അത് 8.5 മാസത്തെ സമരത്തിന്റെ മാത്രം. മുഖ്യമന്ത്രി കുടിശ്ശികയും നൽകുമെന്ന് പ്രഖ്യാപനമുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. അതെ, ചില കുടിശ്ശികയുണ്ട്. കഴിഞ്ഞ മാസത്തെ വേതനത്തിന്റെ കാര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇതുവരെയും അതിന്റെ വേതനം കിട്ടിയിട്ടില്ല. മറ്റു ജില്ലകളിൽ ലഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ എപ്പോഴും അതൊരു കുടിശ്ശിക തന്നെയാണ്, ഒരു സാങ്കേതിക പിഴവാണെന്നാണ് കരുതുന്നത്. പക്ഷെ അത് അവർ പരിഹരിക്കാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ ജില്ലകളിലും ഈ കുടിശ്ശിക കഴിഞ്ഞു. ഇത് 18 വർഷക്കാലത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതൊരു നിസ്സാരപ്പെട്ടൊരു കാര്യമല്ല. തുച്ഛവേതനം വാങ്ങുന്ന ആളുകൾക്ക് കൃത്യമായി ആ വേതനം കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അത് നമ്മുടെ ഭരണാധികാരികൾക്ക് മനസ്സിലായി. ഈ സമരത്തിലിരുന്നുകൊണ്ട് അവർക്കത് മനസ്സിലായി. അത് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഒരു ഉദാഹരണത്തിന് 2018 അന്ന് 2000 രൂപയായിരുന്നു ഓണറേറിയം, 4000 രൂപയെ വർദ്ധിപ്പിക്കുമ്പോഴാണ് CI2 അടക്കമുള്ള ട്രേഡ് യൂണിയൻസ് എന്ന് അതിന് മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയത്. ആ മീറ്റിംഗ് കൊണ്ട് ഞങ്ങളെ വിളിച്ച മീറ്റിംഗ് അല്ല, ആ മീറ്റിംഗിന് ശേഷം ഞങ്ങളത് മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന്. ആ മാനദണ്ഡമാണ് ഈ സമരമുഖത്തിരുന്ന് ഞങ്ങൾ പിൻവലിപ്പിച്ചത്. അപ്പൊ അങ്ങനെ നിരവധി നേട്ടങ്ങളുണ്ട്. അന്തസ്സാർന്ന് ഇതിനേക്കാൾ ഉപരി സ്ത്രീകൾക്ക് അഭിപ്രായമുണ്ട് എന്ന് തെളിയിച്ച സമരമാണ്. സ്ത്രീകളുടെ അഭിപ്രായം, സ്ത്രീകൾക്ക് കാര്യശേഷിയുണ്ട്, സ്ത്രീകൾക്ക് ചിന്താശേഷിയുണ്ട്, ഇതുപോലൊരു സമരം നയിക്കാനുള്ള ശേഷിയുണ്ടെന്ന് കേരളത്തിലെ ആശാവർക്കർമാർ തെളിയിച്ചതാണ്. ഇത് സമൂഹത്തിന് പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് സമൂഹത്തിന് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. സ്ത്രീകൾ സമരരംഗത്തേക്ക് ഇറങ്ങിയാൽ, അവർ തീരുമാനമെടുത്താൽ അവർക്ക് ഒരുപക്ഷെ ബാഹ്യ പിന്തുണയൊക്കെ ലഭിച്ചു കാണാം. പക്ഷേ ആദ്യഘട്ടത്തിൽ ആശമാർ ഒറ്റയ്ക്കായിരുന്നു. അവർ തന്നെയാണ് സമൂഹത്തിന്റെ വികാരം, സമൂഹ മനസാക്ഷിയുടെ വികാരമൊക്കെ അവർക്ക് അനുകൂലമാക്കി മാറ്റി. അവരുടെ ശക്തമായ നിലപാടുകൾ തന്നെയാണ് പിന്നീട് പിന്തുണയുമായി പലരും. നമുക്കറിയാം, ഈ 220 ദിവസം ഏകദേശം ഇവിടെ ഒരു വീട് പോലെ, അല്ലെങ്കിൽ പല ആളുകൾക്കും ഇവിടെ അവർ ആഹാരം ഇവിടെ പാചകം ചെയ്തു, ഇവിടെ കിടന്നുറങ്ങി, ഇവിടെ തന്നെ അവരുടെ താമസമായി, കുട്ടികൾ ഇവിടെ വന്നുപോയി. പലരുടെയും ജീവിതം ഈ ഒരു സമരപന്തൽ കേന്ദ്രീകരിച്ച് മാറുകയായിരുന്നു. 265 ദിവസം ചെറിയ കാലയളവല്ല. അവരുടെ ലൈബ്രറി കൊണ്ടുവന്നു, ഇവിടെ പുസ്തകങ്ങൾ വായിക്കാനായി അവർ ലൈബ്രറി ആക്കി മാറ്റി. അങ്ങനെ എല്ലാം കൊണ്ടും അവർ ഇവിടെ ഒരു വീട്ടിലെങ്ങനെ ജീവിക്കുന്നു ആ രീതിയിലേക്ക്, ഒരു പറ്റം ആളുകൾ ഈ രീതിയിലൂടെ വരുമ്പോൾ അവർ ആ രീതിയിൽ സമരരൂപം മാറ്റി. നമുക്കറിയാം, ഇവിടെ പുസ്തകങ്ങളൊക്കെ കാണാം. ഈ ആശാ വർക്കർമാർക്ക് ഇതിനകം നിരവധി ആദരവുകൾ ലഭിച്ചിട്ടുണ്ട്. ലൈബ്രറി പോലെ അവർ ഇവിടെ, കാരണം ഒരു രാവകൽ എന്ന് പറയുമ്പോൾ 24 മണിക്കൂറും ഇവരിൽ പലരും ഇവിടെ തന്നെ ചെലവഴിച്ചതാണ്. ജീവിതം തുന്നിച്ചേർക്കാൻ അവർ ഇവിടെ തയ്യൽ മെഷീൻ കൊണ്ടുവന്നു, തയ്യൽ തൊഴിൽ അറിയുന്നവരുണ്ട്. അത്തരത്തിൽ അവരുടെ ജീവിതം തന്നെ ഇവിടേക്ക് പറിച്ചു മാറ്റപ്പെടുകയായിരുന്നു 265 ദിവസം. അതിനൊടുവിലാണ് അവർ ഈ സർക്കാരിന്റെ 1000 രൂപ വേതന വർധന എന്ന പ്രഖ്യാപനം അംഗീകരിച്ചുകൊണ്ട് സമരം വിജയമായി എന്നവർ പറയുന്നത്. ഈ 1000 രൂപയ്ക്ക് അപ്പുറത്തേക്ക് നിരവധി വിജയ കാരണങ്ങൾ നേരത്തെ നമ്മുടെ എന്തുകൊണ്ട് വിജയമെന്ന് പറയാൻ ഉള്ള കാരണങ്ങൾ ഈ സമരസമിതി നേതാവ് മിനി തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആശമാർ ഇപ്പോൾ സന്തോഷത്തിലാണ്. അവർ ഈ അവരുടെ 21,000 രൂപയെന്ന ആവശ്യത്തിലേക്ക് ഇനിയും സമരം ചെയ്യും. അത് സെക്രട്ടറി കേന്ദ്രീകരിച്ചാകില്ല, പക്ഷേ സമരം തുടരും. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. രാപ്പകൽ സമരം അത് അവസാനിപ്പിക്കുകയാണ്.